ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനാണ് അടുത്തതായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഇതൊരു ഡൈപോൾ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഈ ആക്സിസിന്റെ മിഡ് പോയിന്റിലൂടെ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന പ്ലെയിൻ ആണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് പി. ആദ്യം ഡൈപോൾ വരയ്ക്കുക. പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും മാർക്ക് ചെയ്യുക. ഡൈപോളിന്റെ ലെങ്ത് 2a എന്ന് മാർക്ക് ചെയ്യുക. പോയിന്റ് പി ഇവിടെ മാർക്ക് ചെയ്യുക. ഡൈപോൾ ആക്സിസിന്റെ മിഡ് പോയിന്റിന്റെ നേരെ വേണം പോയിന്റ് പി മാർക്ക് ചെയ്യാൻ. പോയിന്റ് പിയും ഈ മിഡ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 എന്ന് മാർക്ക് ചെയ്യുക. പ്ലസ് ക്യൂ ചാർജും പോയിന്റ് പിയും തമ്മിൽ ഡോട്ടഡ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുക. അതുപോലെ മൈനസ് ക്യൂ ചാർജും പിയും ജോയിൻ ചെയ്യുക. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ലഭിക്കുന്നത്. പോയിന്റ് പിയിൽ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, മൈനസ് ക്യൂ ചാർജ് കൊണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാൻ പോയിന്റ് പിയിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക. ഈ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലസ് ക്യൂ ചാർജ് റിപ്പൽ ചെയ്യും. അതുകൊണ്ട് പ്ലസ് ക്യൂ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. മൈനസ് ക്യൂ ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൈനസ് ക്യൂവിന്റെ ഡയറക്ഷൻ ഈ രീതിയിലായിരിക്കും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ ഇൻഡിവിജ്വൽ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുകളുടെ വെക്ടർ സം ആണ്. സോ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെ വെക്ടർ സം എടുത്താൽ പോയിന്റ് പിയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഈ രണ്ട് വെക്ടേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം പോയിന്റിൽ നിന്നാണ്. അങ്ങനത്തെ കേസുകളിൽ വെക്ടർ സം കാണാൻ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾ 11ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ രണ്ട് വെക്ടേഴ്സും പാരലലോഗ്രത്തിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഈ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിന് പാരലൽ വരയ്ക്കുക, ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിന് പാരലൽ വരയ്ക്കുക. ഈ രണ്ട് വെക്ടേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്ന കോമൺ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങുന്ന രീതിയിൽ ഈ പാരലോഗ്രത്തിന്റെ ഡയഗണൽ വരയ്ക്കുക. ഈ ഡയഗണലാണ് വെക്ടർ ഇ. അതായത് ഈ പ്ലസ് ക്യൂവിന്റെയും ഈ മൈനസ് ക്യൂവിന്റെയും വെക്ടർ സമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ. ഈ പ്ലസ് ക്യൂവും ഈ മൈനസ് ക്യൂവും ഈ രണ്ട് ഡയറക്ഷനുകളിലാണ്. അവയുടെ ഒരു കമ്പോണന്റ് മാത്രമേ ഈ ഡയറക്ഷനിൽ വരുന്നുള്ളൂ. അതേതാണെന്ന് അറിയാൻ ആദ്യം ഈ രണ്ട് വെക്ടേഴ്സിന്റെയും റെക്ടാങ്കുലർ കമ്പോണന്റ്സ് എടുക്കുക. അതായത് എക്സ് ആക്സിസിലെ കമ്പോണന്റും വൈ ആക്സിസിലെ കമ്പോണന്റും. ഈ പ്ലസ് ക്യൂവിന്റെ എക്സ് ആക്സിസിലെ കമ്പോണന്റ് ഇത് തന്നെയാണ്, വൈ ആക്സിസിലെ കമ്പോണന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മൈനസ് ക്യൂവിന്റെ എക്സ് ആക്സിസിലെ കമ്പോണന്റ് ഈ ലൈൻ തന്നെയാണ്, വൈ ആക്സിസിലെ കമ്പോണന്റ് താഴോട്ടാണ്. ഇനി ഈ കമ്പോണന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിള് തീറ്റ ആണെന്ന് വിചാരിക്കുക. ഈ ലൈനും പാരലൽ ലൈൻസ് ആണ്. ഈ കാണിച്ചിരിക്കുന്നത് ട്രാൻസ്വേഴ്സ് ആണ്. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സും കൊണ്ട് കട്ട് ചെയ്താൽ അവയിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഇവിടെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിള് തീറ്റ ആയിരിക്കും.
because corresponding angles are equal. ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ വെക്റ്റർ ഇ പ്ലസ് ക്യൂവിന്റെ കോസ് കമ്പോണന്റ് ആയിരിക്കും ഈ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡിൽ വരുന്നത്. സോ ഈ ലൈന് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റയാണ്, ഈ ലൈന് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റയുമാണ്. അതുപോലെ ഈ മൈനസ് ക്യൂവിന്റെ രണ്ട് കമ്പോണൻസും ഏതൊക്കെയാണെന്ന് എഴുതുക. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്, അതിന്റെ ട്രാൻസ്വേഴ്സ് ആണ് ഈ വരച്ചിരിക്കുന്നത്. രണ്ട് പാരലൽ ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അതുകൊണ്ട് ഈ ഫിഗറില് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ബിക്കോസ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. സോ ഈ മൈനസ് ക്യൂവിന്റെ തീറ്റ ആംഗിളിന് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന സൈഡ് അതിന്റെ കോസ് കമ്പോണന്റ് ആയിരിക്കും. സോ ഈ ലൈൻ എന്ന് പറയുന്നത് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. മറ്റേ കമ്പോണന്റ് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റയും ആയിരിക്കും. സോ ഈ വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ചെയ്തു പോകും. വെക്ടർ ഇയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ആ ഡയറക്ഷനിൽ വരുന്ന കമ്പോണൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറിയാൻ വേണ്ടി ഇ പ്ലസ് ക്യൂ കോസ് തീറ്റയുടെയും ഇ മൈനസ് ക്യൂ കോസ് തീറ്റയുടെയും വെക്ടർ സം എടുക്കുകയാണ് വേണ്ടിയത്. സോ ഇനി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. ലെറ്റ് എ പോയിന്റ് പി ബി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. The magnitude of electric field at P due to plus Q charge. ഇത് E plus Q എത്രയാണെന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1/4πε0 Q by R square എന്നാണ്. സോ ഇവിടെ 1/4πε0 Q ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക. അതായത് പോയിന്റ് പിയും പ്ലസ് ക്യൂ ചാർജും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് R ആണ്. ബേസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡൈപോൾ ലെങ്തിന്റെ പകുതിയാണ്. സോ ദിസ് ഈസ് എ. അങ്ങനെയെങ്കിൽ ഈ ഹൈപ്പോട്ന്യൂസ് എത്ര വരും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ സൈഡ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടിയത് 1/4πε0 Q by R സ്ക്വയർ എന്നാണ്. സോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ സ്ക്വയർ ആയി എഴുതേണ്ടത്, ദാറ്റ് ഈസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ നമ്മൾ ഇ പ്ലസ് ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എടുത്തത്, അതുകൊണ്ട് ഇവിടെ വെക്റ്റർ ഇടേണ്ട കാര്യമില്ല. യൂണിറ്റ് വെക്റ്റർ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യവും ഇല്ല. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത സ്റ്റെപ്പ് എഴുതുക. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. മൈനസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര ആണെന്ന് നോക്കുക. പോയിന്റ് പിയും മൈനസ് ക്യൂ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെയും ഈ ഹൈറ്റ് R ആണ്. ഈ ബേസ് എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്തിന്റെ പകുതിയാണ്, ദാറ്റ് ഈസ് എ. അങ്ങനെയെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. സോ ഈ പ്ലസ് ക്യൂവിന്റെയും ഈ മൈനസ് ക്യൂവിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെ സെയിം ആയതുകൊണ്ടാണ് അവയുടെ വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ചെയ്തു പോയത്. സോ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ദ വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് വെക്ടർ ഇ പ്ലസ് ക്യൂ
and vector E minus Q cancel each other and horizontal components add up. ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to E plus Q cos theta plus E minus Q cos theta എന്നാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. ഡൈപോളിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ പി വരച്ചാൽ അതിന്റെ ഡയറക്ഷൻ ഈ രീതിയിലായിരിക്കും. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു യൂണിറ്റ് വെക്ടർ പി. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതുമ്പോൾ മൈനസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് മൈനസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ എന്ന് എഴുതണം. വെക്ടർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇത് വെക്ടർ ഇ ആണ് നമ്മൾ എഴുതിയത്, അതുകൊണ്ട് യൂണിറ്റ് വെക്ടർ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് മൈനസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ പി. ഇത് നമുക്ക് മൈനസ് ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ പി എന്ന് എഴുതാൻ സാധിക്കും. ഇ പ്ലസ് ക്യൂവിന്റെയും ഇ മൈനസ് ക്യൂവിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇക്വേഷൻ 1 and 2 കമ്പയർ ചെയ്താൽ അതറിയാം. അതുകൊണ്ട് ഈ ഇക്വേഷൻ മൈനസ് 2 ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ പി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇ പ്ലസ് ക്യൂ എന്താണെന്ന് ഇക്വേഷൻ 1 എഴുതിയിട്ടുണ്ട്. ഈ കോസ് തീറ്റ എത്രയാണെന്ന് അറിയണം. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. സോ ഇവിടുത്തെ കോസ് തീറ്റ എടുത്താൽ അഡ്ജസന്റ് സൈഡ് എ ആണ്, ഹൈപ്പോട്ന്യൂസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ കോസ് തീറ്റ എടുത്താലും അതുപോലെ തന്നെയാണ്, അഡ്ജസന്റ് സൈഡ് എ, ഹൈപ്പോട്ന്യൂസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു ഹാഫ് എന്ന് എഴുതാം. ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാം. Therefore, വെക്ടർ E is equal to മൈനസ് 2 ഇൻറ്റു ഇ പ്ലസ് ക്യൂവിന്റെ ഇക്വേഷൻ 1 നിന്ന് എഴുതുക. 1/4π എപ്സിലോൺ 0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്നാണ്. കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ പി. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 1/4π എപ്സിലോൺ 0 Q ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു, ഇവിടുത്തെ പവർ 1 ആണ്, ഇവിടുത്തെ പവർ 1/2 ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. സോ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1 പ്ലസ് ഹാഫ് ആണ് ചെയ്യേണ്ടത്. 1 പ്ലസ് ഹാഫ് ഈസ് 3/2. സോ ഇവിടെ 3/2 എന്ന് എഴുതാം ഇൻറ്റു യൂണിറ്റ് വെക്ടർ പി. ഈ ക്യൂ 2a കൂടെ ചേർത്ത് പി എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/4π എപ്സിലോൺ 0 പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ഇൻറ്റു യൂണിറ്റ് വെക്ടർ പി. മാഗ്നിറ്റ്യൂഡ് ഓഫ് പി എ യൂണിറ്റ് വെക്ടർ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെക്ടർ പി എന്ന് എഴുതാൻ സാധിക്കും. Therefore, വെക്ടർ E is equal to മൈനസ് 1/4π എപ്സിലോൺ 0 വെക്ടർ പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. അടുത്തായിട്ട് നമ്മൾ ആക്സിൽ ലൈനിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ
ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. വെൻ r is very very greater than a. When r is very very greater than a, r square plus a square can be taken as r square. So r square plus a square whole raised to 3 by 2 നെ r square raised to 3 by 2 എന്ന് എടുത്താൽ മതി. a നമുക്ക് നെഗ്ലിജിബിൾ ആക്കാം, കാരണം എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ r വളരെ വളരെ വലുതാണ്. So equation becomes vector e is equal to minus 1 by 4 pi epsilon 0 vector p divided by r square raised to 3 by 2 എന്ന് കിട്ടും. അത് a raised to m whole raised to n is equal to a raised to m into n എന്നാണ് എടുക്കുന്നത്. So ഇവിടെ r raised to 2 into 3 by 2 എന്ന് എടുക്കാം. രണ്ട് 2 കട്ട് ചെയ്ത് പോകും, r ക്യൂബ് എന്നായിരിക്കും കിട്ടുന്നത്. സോ ഇക്വേഷനിൽ p ബൈ r ക്യൂബ് എന്ന് എഴുതാൻ സാധിക്കും. സോ ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു മൈനസ് 1 by 4 pi epsilon 0 വെക്ടർ p ഡിവൈഡഡ് ബൈ r ക്യൂബ് when r is very very greater than a. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആക്സിയൽ ലൈനിലെ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഓർക്കുക. വെക്ടർ ഇ ആക്സിയൽ is equal to 1 by 4 pi epsilon 0 2 വെക്ടർ p by r ക്യൂബ് എന്നാണ്. ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് നോക്കുക. ഈ ഇക്വറ്റോറിയലിന്റെ -2 ടൈംസ് ആണ് ഈ ആക്സിയൽ. So E axial is equal to -2 times E equatorial. ഈ രണ്ട് ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഇതിന്റെ രണ്ടിന്റെയും മെത്തേഡ് ഒന്ന് തന്നെയാണ്. ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണേണ്ടത് ആ പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടും മൈനസ് ക്യൂ ചാർജ് കൊണ്ടും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതുക. ആ ഇലക്ട്രിക് ഫീൽഡുകളുടെ വെക്ടർ സം എടുത്താൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. നോൺ പോളാർ മോളിക്യൂൾസും പോളാർ മോളിക്യൂൾസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒരു മോളിക്യൂളിൽ പോസിറ്റീവ് ചാർജുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, നെഗറ്റീവ് ചാർജുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. നോൺ പോളാർ മോളിക്യൂൾസിൽ ഈ രണ്ട് പോയിന്റ്സും ഒരേ സ്ഥലത്തായിരിക്കും. അത് കാരണം അവയ്ക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കത്തില്ല. ഡൈപോൾ മൊമെന്റ് ഉണ്ടാകണമെങ്കിൽ പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടണം. നോൺ പോളാർ മോളിക്യൂൾസിൽ പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ഒരേ സ്ഥലത്തായത് കാരണം അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകത്തില്ല. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ആ മോളിക്യൂൾസിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകത്തുള്ളൂ. അതിന് എക്സാമ്പിൾസ് കാർബൺ ഡയോക്സൈഡും മീഥേനുമാണ്. സോ ഇൻ നോൺ പോളാർ മോളിക്യൂൾസ് ദ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് ഓഫ് നെഗറ്റീവ് ചാർജസ് ലൈ അറ്റ് ദ സെയിം പ്ലേസ്. Their dipole moment is 0. They develop a dipole moment when an electric field is applied. Example, carbon dioxide, methane. Polar molecules പോസിറ്റീവ് ചാർജുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റും നെഗറ്റീവ് ചാർജുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റും കോയിൻസൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവ ഒരേ പ്ലേസിലല്ല ഇരിക്കുന്നത്. അത് കാരണം അവ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് അവയ്ക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ പോലും ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, വാട്ടർ. So in polar molecules, the centers of positive charges and of negative charges do not coincide. They have a permanent electric dipole moment even in the absence of an electric field. Example, water. ഇതിന്റെ ബാക്കി ഭാഗം
നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഇതൊരു ഫ്രീ യൂട്യൂബ് ക്ലാസ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.